നമസ്കാരം. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. VSSCയിലേക്കാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി നേരെ പോയത്. VSSCയിലേക്കാണ്. പോലീസുകാരെ ഒന്നും തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നില്ല. അവസാന നിമിഷമാണ് 4 പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് ഉണ്ടായിരുന്നു. അത് മഫ്തിയിലായിരുന്നു. സ്വാഭാവികമായിട്ടും അജിത് ഡോവലിന് ഇസഡ് കാറ്റഗറി സുരക്ഷയാണ്. അതായത് NSC അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും. ഏകദേശം ഒരു 10 കോൺവേ വാഹനങ്ങൾ അജിത് ഡോവലിന് അകമ്പടിയായിട്ടുണ്ടാകും. പക്ഷേ അവസാന നിമിഷം ഇത് പോലീസ് അറിഞ്ഞപ്പോൾ അങ്ങനത്തെ വാഹന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാമെന്ന് അജിത് ഡോവലിന്റെ PA എടുത്ത് പറഞ്ഞപ്പോൾ അജിത് ഡോവൽ പറഞ്ഞത് വേണ്ട, എനിക്ക് 4 പോലീസുകാരെ മഫ്തിയിലേക്ക് തന്നാൽ മതി എന്ന അജിത് ഡോവലിന്റെ ആവശ്യപ്രകാരമാണ് 4 പോലീസുകാരെ കൊടുത്തത്. ബാക്കി അജിത് ഡോവലിന്റെ ഫുൾ സുരക്ഷ IB തന്നെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. CRPF-ഉം IB-യുടെയും സുരക്ഷാ വലയത്തിലായിരുന്നു അജിത് ഡോവൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ VSSCയിലൊക്കെ പോയി ISROയുടെ അഭിമാന വിക്ഷേപണ വാഹനമായ PSLV-യെ പറ്റി, അതിന്റെ എന്താണ് പോരായ്മകൾ, അത് എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം വിക്ഷേപിക്കുമ്പോഴും അത് തകർന്നു പോകുന്നു, ഇതിന് പിന്നിൽ വല്ല ലക്ഷ്യങ്ങളുണ്ടോ, ഏതെങ്കിലും ഹണി ട്രാപ്പുകൾ, അതായത് പാകിസ്ഥാനിലെ ISI ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹണി ട്രാപ്പുകൾ ഇവിടെ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരന്മാർ ISROയിൽ ഉണ്ടോ എന്നടക്കമുള്ള ഒരു വിശദമായ ഒരു അന്വേഷണവും അവിടുത്തെ ശാസ്ത്രജ്ഞരോടൊപ്പം അതോടൊപ്പം തന്നെ അവിടുത്തെ ടെക്നിക്കൽ ടീമിനോടൊപ്പം ഒക്കെ VSSCയിലെ ഡയറക്ടറുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി, ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് അജിത് ഡോവൽ VSSCയിൽ നിന്നും ഇറങ്ങിയത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള മഹാ ചിപ്സിൽ അജിത് ഡോവൽ എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അവിടെ എത്തിയിട്ടും ആരും അറിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അജിത് ഡോവലിനെ മലയാളികൾക്ക് അത്ര പരിചയമല്ല. അത് അജിത് ഡോവലിനെ അറിയാത്തത് കൊണ്ടാണോ, അതോ ഈ വലിയ രീതിയിലൊന്നും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞാത്തത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. കാരണം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയ അജിത് ഡോവലിനെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇന്നത്തെ കാലത്ത്. കാരണം കേരളത്തിലുള്ളവർക്ക് അറിയാമോ എന്നറിയില്ല. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് അത്രത്തോളം അധപ്പതിച്ച് നിൽക്കുന്നുണ്ട്. അജിത് ഡോവലിനെ പോലുള്ളവരെയൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയുമോ എന്ന കാര്യത്തിൽ ഡൗട്ടാണ്. പക്ഷേ നോർത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ, അത് ദില്ലി, അതോടൊപ്പം തന്നെ ആസാം, ജയ്പൂർ, ആ ഭാഗങ്ങളിലേക്ക്, രാജസ്ഥാൻ ഉൾപ്പെടെ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അജിത് ഡോവലിനെ കണ്ടാൽ ഏത് സ്കൂളിൽ പഠിക്കുന്ന ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് അജിത് ഡോവൽ ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാം. പക്ഷേ മഹാ ചിപ്സിൽ അദ്ദേഹം വന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടും ആ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ആ കടയിൽ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരാരും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമുക്കറിയാവുന്ന കാര്യമാണ്, മഹാ ചിപ്സ് ഇരിക്കുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ പ്രഘോഷത്താണ്. അവിടെ തന്നെ വലിയ രീതിയിൽ ആൾ തിരക്കുള്ള ഒരു ഏരിയയാണ്. എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾ പോലും ഇത് അജിത് ഡോവൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത്ര ഒരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നാണക്കേട് തന്നെയാണ്. അത്രയും ഒരു ജനറൽ നോളജിന്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ഒരു പൊതുവിജ്ഞാനം നമ്മുടെ മലയാളികൾക്ക് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കൂടുതലായിട്ട് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ബാലഗോപാലിനെയൊക്കെ പോലുള്ള ഇവരെയൊക്കെ പോലുള്ള രാഷ്ട്രീയക്കാരെ പിന്താങ്ങി നടക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ചില മലയാളം സീരിയലൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ വലിയ രീതിയിലുള്ള പൊതുവിജ്ഞാനം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നത് ഒരു അങ്ങേയറ്റം ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് അജിത് ഡോവൽ നേരിട്ട് മഹാ ചിപ്സിലേക്ക് എത്തി ചിപ്സ് വാങ്ങിക്കാനായിട്ട് വന്നപ്പോൾ പോലും ഇവരാരും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ സ്പോട്ട് തന്നെ 2 മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. പക്ഷേ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. അവരാരും തന്നെ അജിത് ഡോവൽ മഹാ ചിപ്സിൽ എത്തിയിട്ട് പോലും ഇവരാരും അറിഞ്ഞില്ല എന്നതും ഒരു നാണക്കേട് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്ത് ഒരു ഇല അനങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ഈച്ച പറന്നാൽ എല്ലാം ഒപ്പിയെടുക്കും, അല്ലെങ്കിൽ 24 മണിക്കൂറും ചാനൽമാര് അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ ഒരു വലിയ ശൃംഖല ഉണ്ട് എന്നൊക്കെ കൊട്ടി ആഘോഷിക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വൻ പരാജയമാണ്. അല്ലെങ്കിൽ അവർ ഒന്നും തന്നെ അജിത് ഡോവലിനെ വെല്ലാൻ കെൽപ്പില്ല എന്ന് അജിത് ഡോവൽ തന്നെ തെളിയിച്ചിരിക്കുന്നു.